നമസ്കാരം, ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗെയിം പോൾ മോർഫി വേഴ്സസ് അലക്സാണ്ടർ മീക്ക് USA 1855 കിങ്സ് ഗാംബിറ്റ് എന്ന ഓപ്പണിംഗിലാണ് ഈ ഒരു ഗെയിം നടന്നിരിക്കുന്നത്. പോൾ മോർഫി വൈറ്റ് പീസുകളാണ്. മോർഫി ആദ്യമായി പോൺ ടു E4 കളിക്കുന്നു, പോൺ ടു E5, പോൺ ടു F4, കിങ്സ് ഗാംബിറ്റ് എന്ന ഓപ്പണിംഗിന്റെ തിയറീസ് നമ്മൾ മുന്നേ ചെയ്തതാണ്. പോൺ ടേക്സ് പോൺ. ഇവിടെ നെക്സ്റ്റ് മൂവിൽ ക്വീൻ H5 ചെക്കാണ്, H4 ചെക്കാണ്. അതുകൊണ്ട് നൈറ്റ് F3 ആ ഒരു ചെക്കിന് ബ്ലോക്ക് ചെയ്യുന്നു. പോൺ ടു G5, അവർ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അതേപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ പോണിനെ പുഷ് ചെയ്ത് നൈറ്റിനെ അറ്റാക്ക് ചെയ്യണം. എന്നിട്ട് ക്വീൻ H4 ചെക്ക് കൊടുക്കാൻ സാധിക്കും. എന്നാൽ അതിനുള്ള ടൈമിംഗ് ആയിട്ടില്ല. പോൾ മോർഫിയുടെ ബിഷപ്പ് ടു C4 കളിക്കുന്നു, ബിഷപ്പ് G7. ഇനി ആ ഒരു നൈറ്റിൻ്റെ സ്ക്വയർസ് കൺട്രോൾ ചെയ്ത കാരണം നെക്സ്റ്റ് മൂവിൽ പോൺ ടു G4 പുഷ് ചെയ്യാം ബ്ലാക്കിന്. മോർഫി ഉടൻ തന്നെ പോൺ ടു H4 കളിച്ച് കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു. പോൺ ടു G4 അറ്റാക്കിംഗ് നൈറ്റ് G5. ഇവിടെ ഒരു നൈറ്റ് ടേക്സ് പോൺ ഓൺ F7, ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാനായി നൈറ്റ് H6. ഉടനെ മോർഫിയുടെ ഒരു ഡെവലപ്മെൻറ്റ് മൂവ് പോൺ ടു G4, വളരെ നല്ല ഒരു സെൻട്രൽ പോൺ സ്ട്രക്ചർ. അതേപോലെ തന്നെ ബിഷപ്പ് ടേക്സ് F4 ത്രെട്ട്. ഇവിടെ ആദ്യമായി ബ്ലാക്ക് പോൺ F6 കളിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് പോൺ, ആ ഒരു നൈറ്റിനെ മോർഫി ആദ്യമായി സാക്രിഫൈസ് ചെയ്തു. Pawn takes knight, attacking bishop. Bishop takes pawn, attacking queen. Bishop F6, blocking. Queen D2. Bishop takes bishop. Pawn takes bishop, attacking knight. Knight F7 ലേക്ക് മാറുന്നു. Bishop takes knight. King takes bishop. Queen F4 check. ഇവിടെ ഇപ്പോൾ കിങ് E8 മാറുകയാണെങ്കിൽ ക്വീൻ E5 ഒരു ഡബിൾ അറ്റാക്കാണ്. ചെക്ക് ആൻഡ് റൂക്കിനെ നെക്സ്റ്റ് മൂവിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കിങ് G8 മാറുന്നു. ഉടൻ തന്നെ മോർഫിയുടെ കാസ്ലിംഗ് കിങ് സൈഡ് റൂക്കിനെ F5 കൊണ്ടുവന്നിരിക്കുകയാണ്. നെക്സ്റ്റ് മൂവിൽ ക്വീൻ F7 ചെക്ക്മേറ്റ് ആണ് ത്രെട്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാനായി ക്വീൻ E7. ഈ ഒരു പൊസിഷനിൽ നമുക്ക് കാണാം ഒരു ബ്ലാക്കിൻ്റെ ക്വീനിന് രണ്ട് സ്ക്വയർസ് എപ്പോഴും ഇനി കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടി വരും. കാരണം അവിടെ ക്വീൻ മാറിക്കഴിഞ്ഞാൽ ക്വീൻ F7 ചെക്ക്മേറ്റ് ആണ്, അല്ലെങ്കിൽ ക്വീൻ F8 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ആ രണ്ട് സ്ക്വയർസും വളരെ ഇമ്പോർട്ടൻറ്റ് സ്ക്വയർസ് ആണ്. ഇവിടെ മോർഫി നൈറ്റ് C3 കളിക്കുന്നു. നെക്സ്റ്റ് മൂവിൽ നൈറ്റ് D5 കളിച്ച് ക്വീനിനെ അറ്റാക്ക് ചെയ്യണം, എന്നിട്ട് ചെക്ക്മേറ്റ് ചെയ്യണം. അതിനായി ബ്ലാക്ക് പോൺ ടു C6 കളിച്ച് ആ സ്ക്വയർ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ റൂക്ക് E1 ഒരു എക്സ്റേ അറ്റാക്ക് നടത്തുകയാണ്. റൂക്കിനെ സെൻട്രൽ ഫയലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് മൂവിൽ വൈറ്റിൻ്റെ ഉദ്ദേശം നൈറ്റ് D5 ആണ്. ഇനി ബ്ലാക്കിനാകട്ടെ ഇപ്പോൾ ക്വീനിനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല, അതേപോലെ മറ്റൊരു പീസുകളെയും കാര്യമായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് തൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആദ്യമായി പോൺ D6 കളിക്കുന്നു. ബിഷപ്പിനെയും നൈറ്റിനെയും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു മൂവ്. എന്നാൽ മോർഫിയുടെ അറ്റാക്ക് നമുക്കിവിടെ കാണാം. നൈറ്റ് D5 അറ്റാക്കിംഗ് ക്വീൻ, ഒരു നൈറ്റ് സാക്രിഫൈസ്. ഇവിടെ ബ്ലാക്ക് നൈറ്റ് പോൺ ടെക്സ് നൈറ്റാണ് കളിക്കുന്നത്. അതിന് പകരം ക്വീനെ മാറ്റുകയാണെന്ന് വിചാരിക്കുക. ക്വീൻ മാറ്റണമെങ്കിൽ തന്നെ ഇപ്പോൾ ആ ഒരു F7ഉം F8ഉം സ്ക്വയർ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം മാറ്റാൻ. ഇല്ലെങ്കിൽ ക്വീൻ കൊണ്ട് നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ക്വീൻ G7 മാറാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു കോമ്പിനേഷൻ നോക്കാം. നൈറ്റ് F6 ചെക്ക്, കിങ് F8. അപ്പോൾ നൈറ്റ് H5 ചെക്ക്. അതേപോലെ ക്വീനിനെ നെക്സ്റ്റ് മൂവിൽ വെട്ടിമാറ്റാൻ സാധിക്കും. ഇനി അതിന് പകരം ക്വീൻ E8 മാറുകയാണെങ്കിൽ ഉടൻ തന്നെ നൈറ്റ് F6 ചെക്ക് ആൻഡ് നെക്സ്റ്റ് മൂവിൽ ക്വീനെ വെട്ടിമാറ്റാം. അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇവിടെ വേറെ മൂവ്സ് ഇല്ല. പോൺ ടെക്സ് നൈറ്റ്, ഉടനെ പോൺ ടെക്സ് പോൺ. ഇവിടെ ഒരു റൂക്ക് ടെക്സ് ക്വീൻ അറ്റാക്ക് വന്നിരിക്കുകയാണ്. ഇനി ക്വീനെ മാറ്റണം. ക്വീനിനെ F7ഉം F8ഉം സ്ക്വയർസ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവേണം മാറ്റാൻ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ ക്വീൻ G7 പോകുന്നു. ഉടനെ മോർഫി റൂക്ക് E8 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യുന്നു. കാരണം ഒരു ഡിഫെൻസും ഇനി സാധ്യമല്ല. ആകെയുള്ള മൂവ് ക്വീനിനെ കൊണ്ട് ബ്ലോക്ക് ചെയ്യലാണ്. ക്വീൻ F8 കളിച്ചാൽ രണ്ട് വിധത്തിൽ നമുക്ക് ചെക്ക്മേറ്റ് ചെയ്യാം. ഒന്ന് ക്വീൻ ഇൻറ്റു F8 ചെക്ക്മേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പിൻ മുതലെടുത്തുകൊണ്ട് ക്വീൻ F7 അതും ചെക്ക്മേറ്റ് ആണ്. കാരണം ക്വീൻ ടെക്സ് ക്വീൻ സാധ്യമല്ല. ആ ഒരു ക്വീനെ പിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള ഗെയിംസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.